ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റ് അപ്ഡേറ്റ് ആണ്. നമുക്ക് അടുത്ത ആഴ്ച മാർക്കറ്റിൽ എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഗോൾഡ്, യൂറോ USD, GBP USD, അതുപോലെ BTC നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. ടാർഗറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ആഴ്ച അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്, അതായത് ഗോൾഡ് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ ഒരു 23.36 ഈ ലെവലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് ആ വീഡിയോ പറഞ്ഞതാണ്, ഈ ഒരു ലൈന് കൊടുത്തിട്ട് പറഞ്ഞു മാർക്കറ്റ് നമ്മൾ ഇവിടെ നിന്നൊന്നും ഒരിക്കലും സെല്ല് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, മാർക്കറ്റ് സെല്ലോട്ട് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇവിടെ നിന്നല്ല സെല്ല് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ലൈനോട് വരച്ചു കൊടുത്തു. ഡെയിലി ക്യാൻഡിൽസ് ഈ ഒരു ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് സെൽ എൻട്രി വേണമെങ്കിൽ എൻറ്റർ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേരാണ് നമ്മുടെ ഗ്രൂപ്പിലായാലും ടെലിഗ്രാം ഗ്രൂപ്പിലായാലും വാട്സപ്പിലായാലും ഒരുപാട് പേര് അത് എൻ്റർ ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് സെല്ല് എടുക്കുക, ഇതുവരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ആരും ഹോൾഡ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെയാണ് കറക്റ്റ് സെല്ല് നമുക്ക് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു ഏരിയ ഇവിടെ മാർക്കറ്റ് വരും, അവിടുന്ന് സെല്ല് എടുക്കുക, അത്യാവശ്യം ഡൗൺ സൈഡ് ഈ ഒരു ലെവൽ വരെ. ഈ വരച്ചത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ ഒരു ആരോ മാർക്കൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ്. അപ്പം ഈ ലെവലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരൊറ്റ ദിവസം തന്നെ സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരൊറ്റ ക്യാൻഡിലുമ്പോൾ തന്നെ ആ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ എല്ലാവരും ബുക്ക് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് 23.81 സെല്ല് വന്നിട്ട് ഇപ്പം മാർക്കറ്റ് ഈ ലെവലിൽ വരെയൊക്കെ നമുക്ക് വന്നു. 22.94, 91 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അറൗണ്ട് ഒരു 100 പോയിന്റ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും വീഡിയോസ് ഒന്നും മിസ് ചെയ്യേണ്ട. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് വെക്കുക, പിന്നെ നിങ്ങളുടെ അനലൈസ് കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൺഫേം ആക്കിയിട്ട് എന്ത് ട്രേഡ് എൻ്റർ ചെയ്യുക. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള വ്യൂസ് ഒക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ സംഭവം മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മാർക്കറ്റ് നമുക്കറിയാം ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബൈയിലല്ല, വീണ്ടും ഇത് മാർക്കറ്റ് ടോട്ടലി സെല്ലിലോട്ട് വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഈ താഴത്തുള്ള ലൈന് 22.65 വരെ ഡൗൺ സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ ഒരു ലെവല്. ഓക്കെ, ഇതുവരെ ഡൗൺ സൈഡ് വരാനുള്ള ചാൻസ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1 അവറിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. അതായത് മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ലെവലിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ, ഇപ്പോൾ ഇത്രയും ഡൗൺ സൈഡ് വന്നതുകൊണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു സൈഡ് വേ കാണിക്കും, അതായത് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും, മാർക്കറ്റ് ഇവിടെ ഒക്കെ വരും. അപ്പോൾ ഈ ലെവലിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 23.11, 10 വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽ എൻട്രി എടുത്തിട്ട് ഈ ലെവൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്വിംഗ് ട്രേഡ് പോലെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലൈൻ ആയിരിക്കണം. ഓക്കെ, ഈ ഒരു 23.16 ബ്രേക്ക് ഔട്ട് സംഭവിച്ച എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത് വേണമെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഈ ലെവൽസ് നോക്കി വെക്കുക, 1 അവർ ചാർട്ടാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് സെൽ എൻട്രി എടുക്കേണ്ട, മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഒരിക്കലും സെൽ എൻട്രി എടുക്കരുത്. മാർക്കറ്റ് ഈ ലെവലിലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, സെൽ എൻട്രി എടുക്കുക, ഇവിടെ SL വെക്കുക, ടാർഗറ്റ് 22.65 എന്ത് ചെയ്യുക, ടാർഗറ്റ് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ ബൈ എൻട്രി നോക്കുകയാണെങ്കിൽ ഈ ലെവൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു ബൈയിങ് സോൺ ആണ്. ഇവിടെ ഈ ഒരു ലെവലിൽ ഒരു ബൈയിങ് സോൺ, ഇവിടുന്ന് റിവേഴ്സിൽ സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ വേണം എന്ത് ചെയ്യുക, ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ അപ്പോൾ തന്നെ മാർക്കറ്റിന് എക്സിറ്റ് ആയിക്കോണം. ഓക്കെ, 22.65 എക്സിറ്റ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റിന് എക്സിറ്റ് ആവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെൽ എൻട്രി നോക്കുക, ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. ആ ചെറിയ റിസ്ക് ഒക്കെ എടുത്തിട്ട് ട്രേഡ് എൻറ്റർ ചെയ്ത്, നമ്മുടെ ഒരു വ്യൂ ആണ്. അപ്പോൾ കഴിഞ്ഞ വീക്കും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്, പറയുന്ന പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ കൂടി നോക്കിയിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡിൽ എൻറ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഗോൾഡ് അടുത്ത ആഴ്ചത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, യൂറോ USD നോക്കാം. ഓക്കെ, യൂറോ USD നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് വരുന്നത് ഈ ഒരു ലെവലാണ്. മാർക്കറ്റ് ഡൗൺ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു ബൈയിങ് സോൺ ആണ്. ഇപ്പോൾ ഇവിടെ ബൈയിങ് സോണിലാണ് മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ലെവലിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 1.0760 700 മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. നിങ്ങൾ ടാർഗറ്റ് ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വെക്കാം. ഈ ലെവലിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. 1 അവർ ചാർട്ട്, ഡെയിലി ക്യാൻഡിലാണല്ലോ, പക്ഷെ നമുക്ക് 1 അവറിൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡ് പോലെ ടാർഗറ്റ് ആണ് പറയുന്നത്. ഒരു വീക്കിലേക്കുള്ള ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക, ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഈ ഒരു ലൈന് ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് വെക്കുക. അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ ഇവിടെ വെക്കുക. സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക,
സെക്കൻഡ് ടാർഗറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് വെക്കാവുന്നതാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലെവലിലേക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്ത് ചെയ്യുക, USD JPY നമ്മൾ എൻട്രി കാണുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു GBP USD നോക്കാം. GBP USD ബൈയിങ് സോൺ പറഞ്ഞുതരാം. അതായത് ബൈയിങ് ആണ് ഞാൻ കാണുന്നത് ഈ ലെവല്. അപ്പം ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഡൗൺ വന്നിട്ട് ഈ ലെവൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഈ ലെവലിൽ നിന്ന് ബൈ എൻട്രി നോക്കാം. 1.26 350 to 400 ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കാം. ഈ ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. 27,200 ടാർഗറ്റ് വെക്കാം. സെക്കൻഡ് ടാർഗറ്റ്, എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ, ഇവിടുന്ന് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് വിട്ടിട്ട് നല്ലൊരു ഹൈ മേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതും ബ്രേക്ക് ചെയ്തിട്ട് ഈ ലെവലിൽ വരാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കാം, GBP USD. അപ്പോൾ ഇവിടെ നമുക്കൊരു ബൈ എൻട്രി കിട്ടുമോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ പ്രൈസിലോട്ടൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ബൈ എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങൾ റിസ്ക് അനുസരിച്ച് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് GBP USD എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ BTC നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞത് അത്യാവശ്യം നല്ല ഹൈ ആണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നും ഇപ്പം ഒരിക്കലും ബൈ എടുക്കാൻ ഞാൻ പറയുന്നില്ല, ബൈ എടുക്കാനും സെൽ എടുക്കാനും ഞാൻ പറയുന്നില്ല. മാർക്കറ്റ് ഈ ലെവലിലോട്ട് വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ബൈ എടുക്കുന്നവർ എന്ത് ചെയ്യുക, ഈ ലെവലിലോട്ട് വരുമ്പോൾ മാത്രം എൻ്റർ ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പം ഏറ്റവും ടോപ്പിലാണ് മാർക്കറ്റ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ഒരു ഫ്ലൈ ആയിരിക്കും, പക്ഷെ നമുക്ക് അത് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ബൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിനിമം ഇവിടെ വെക്കേണ്ടി വരും, സ്റ്റോപ്പ് ലോസ്. അപ്പം ഏറ്റവും കൂടുതൽ ഹെവി റിസ്ക് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ട്രേഡ് നിങ്ങളിപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മാർക്കറ്റ് ഡൗൺ വന്നിട്ട് ഈ ലെവലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ എൻട്രി എടുക്കുക. ഓക്കെ, ഇനി സെല്ല് എടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സെല്ല് എടുക്കുന്നവരുണ്ടെങ്കിൽ എടുക്കേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ഇതാ, ഒരു 67,200 ഡെയിലി ക്യാൻഡിൽസ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ, അതായത് ഡെയിലി ക്യാൻഡിൽസ് വന്നിട്ട് ഈ ലൈന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ സെല്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. റിസ്ക് ആണ്, ഹെവി റിസ്ക് ആണ്. ഓക്കെ, എനി ടൈം ചിലപ്പോൾ ഇവിടുന്ന് നല്ല ഹൈ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലെവൽ നോക്കുക, ബ്രേക്ക് ഔട്ട് സംഭവിച്ചെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെൽ എൻട്രി നോക്കിയാൽ മതി. ഇവിടെ ഈ ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് ബൈ എൻട്രി നോക്കാം. കാരണം വെച്ചാൽ ഇവിടുന്ന് നല്ലൊരു റിവേഴ്സൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് പോയി, ഇവിടുന്ന് സംഭവിച്ചു, വീണ്ടും വന്നു, പിന്നെ മാർക്കറ്റ് വന്നു. ഒരുപാട് പ്രാവശ്യം മാർക്കറ്റ് റിവേഴ്സൽ സംഭവിച്ചൊരു ഏരിയ ആണിത്. അതുകൊണ്ട് ഇവിടുന്ന് വീണ്ടും ഒരു ബൈയിങ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് BTC USD ഞാൻ കാണുന്ന ഒരു വ്യൂ. ബൈയിങ് വരുന്നത് 62,000. ഓക്കെ, അപ്പം ഇതാണ് BTC USD നെക്സ്റ്റ് വീക്കിൽ ഞാൻ കാണുന്ന ഒരു വ്യൂ. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് സംഭവിക്കുന്നില്ല, അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ലെവൽസും പ്രൈസൊക്കെ നോക്കി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ചെയ്താൽ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഒക്കെ താഴത്തുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.